രാവിലെ തുടരുന്നു. ഇനി നമ്മൾ പോകുന്നത് ഈ ദിവസം സംഭവിക്കാനിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒറ്റ നോട്ടത്തിൽ കാണാം. ഇന്ന് ഇത് സംഭവിക്കും. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ച ഇന്ന് തുടങ്ങും. യുജിസിയുടെ കരട് മാനദണ്ഡങ്ങൾ പിൻവലിക്കണമെന്ന പ്രമേയം പാസാക്കും. കൂത്താട്ടുകുളത്ത് സിപിഎം കൌൺസിലറെ സിപിഎം പ്രവർത്തകർ തട്ടിക്കൊണ്ടുപോയ സംഭവം പ്രതിപക്ഷം ഇന്ന് നിയമസഭയിൽ ഉന്നയിക്കും. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കത്തിൽ ഇന്ന് സമവായ ചർച്ച. മാർ ജോസഫ് പാംപ്ലാനി 21 വൈദികരുമായി ചർച്ച നടത്തും. അമിത്ഷായുടെ അംബേദ്കർ വിരുദ്ധ പരാമർശത്തിനെതിരെ കർണാടകയിലെ ബെലഗാവിയിൽ ഇന്ന് കോൺഗ്രസിന്റെ മെഗാ റാലി. ജയ് ബാപ്പു, ജയ് ഭീം, ജയ് സംവിധാൻ റാലിയിൽ രാഹുൽ ഗാന്ധി പങ്കെടുക്കും. പാലക്കാട് എലപ്പുള്ളിയിലെ മദ്യനിർമ്മാണശാലയുടെ അനുമതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസിന്റെ നിയമസഭാ മാർച്ച് ഇന്ന്. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാർച്ച്. മാനന്തവാടിയിൽ പീഡനത്തിനിരയായ സ്ത്രീ ഇന്ന് മജിസ്ട്രേറ്റ് മുൻപാകെ മൊഴി നൽകും. പ്രതി വർഗീസിനെ മാനന്തവാടി ഡിവൈഎസ്പി ഇന്ന് ചോദ്യം ചെയ്യും. ചേന്നമംഗലത്ത് ഒരു കുടുംബത്തിലെ 3 പേരെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ഋതുവിനെ കൊലപാതകം നടന്ന വീട്ടിലെത്തിച്ച് ഇന്ന് തെളിവെടുക്കും. പ്രതിക്കെതിരെ കടുത്ത ജനരോഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അതീവ സുരക്ഷയിലായിരിക്കും തെളിവെടുപ്പ്. കെപിസിസി അധ്യക്ഷൻ കെ സുധാകരൻ ഇന്ന് NM വിജയന്റെ കുടുംബാംഗങ്ങളെ വയനാട്ടിൽ സന്ദർശിക്കും. വയനാട്ടിലെ വീട്ടിലെത്തിയാണ് കുടുംബാംഗങ്ങളെ കെ സുധാകരൻ കാണുക. കൂത്താട്ടുകുളം തട്ടിക്കൊണ്ടുപോകൽ കേസിൽ കൌൺസിലർ കലാരാജുവിന്റെ രഹസ്യമൊഴി ഇന്ന് രേഖപ്പെടുത്തും. കോലഞ്ചേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതിയിലാണ് മൊഴി രേഖപ്പെടുത്തുക. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പ് സംവിധാനം കവചം ഇന്നു മുതൽ നിലവിൽ വരും. സംസ്ഥാനത്താകെ 91 സൈറണുകളാണ് മുന്നറിയിപ്പ് കവചമായി പ്രഖ്യാപിക്കുക. അതിതീവ്ര മുന്നറിയിപ്പുകൾ പൊതുജനത്തെ അറിയിക്കാനാണ് സൈറൺ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത് അന്വേഷണം നടത്താനുള്ള ഹൈക്കോടതി ഉത്തരവിനെതിരെ നിർമ്മാതാവ് സജിമോൻ പാറയിൽ നൽകിയ ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. ചോദ്യപേപ്പർ ചോർച്ച കേസിൽ പ്രതി ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ഇടുക്കി ജില്ലാതല സിറ്റിംഗ് ഇന്നാണ് നടക്കുന്നത്. രാവിലെ 10:30 മുതൽ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിലാണ് സിറ്റിംഗ്. അണ്ടർ 19 വനിതാ 2020 ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് മലേഷ്യയെ നേരിടും. ഉച്ചയ്ക്ക് 12-നാണ് മത്സരം.